എന്താ ഓർത്തെന്ന് ഞാൻ പറയട്ടെ. എന്താ അച്ഛന്റെ മോള് പറ. എന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്. അത് അമ്മൂട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ അമ്മൂട്ടിക്ക് മനസ്സിലാവും. ആഹാ, മിടുക്കി. എന്റെ അമ്മ സുന്ദരിയായിരുന്നു അല്ലേ അച്ഛാ? പിന്നെ മോളെ പോലെ. അമ്മ എന്തിനച്ഛ മോളെ വിട്ടു പോയത്? അമ്മുക്കുട്ടി ഉറങ്ങിക്കോ, നാളെ നഴ്സറി പോണ്ടല്ലേ. രാവിലെ ചെറിയ മാമയും വലിയ മാമയും കൂടെ മോളെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. എന്നെ അച്ഛൻ കൊണ്ട് ചേർത്താ മതി. അയ്യോ, അച്ഛന് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മുംബൈക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഓ, ബിസിനസ് ടൂർ. അച്ഛൻ തിരിച്ചു വരുമ്പോ അമ്മൂട്ടി പഠിച്ചതെല്ലാം അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കണേ. ഞാൻ പഠിക്കാനല്ല നഴ്സറി പോകുന്നത്. പിന്നെ അവിടത്തെ സാറന്മാര് ഒരു പാഠം പഠിപ്പിക്കാനാ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. വേണ്ട, ഫീസിന്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മതി. നിങ്ങളെപ്പോലെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്ന പേരൻസ് ആണ് നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നത്. ആട്ടെ, എന്താ നിങ്ങളുടെ ജോലി? ഓട്ടോ ഡ്രൈവറാ. ഓഹോ, അതാണ് ഇത്ര ചീപ്പായിട്ട് സംസാരിച്ചത്. ബൈ ദ ബൈ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ? അംബാസിഡർ പോരാ, ലാൻസർ ഫോർഡ്. കുറഞ്ഞ പക്ഷം ഒരു മാരുതി സെന്നെങ്കിലും വേണം. ഈ സ്കൂളിന്റെ അന്തസ്സിൽ നിരക്കുന്ന വാഹനം ഉണ്ടായിരിക്കണം. ലൈലന്റ് ലോറി മതിയോ? സ്വന്തമായിട്ട് കാർ ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷയും തള്ളി നടക്കണോ? നിങ്ങളോട് ചോദിച്ചില്ല. ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ കോഴിത്തമ്പരാക്കന്മാരാ. ഞാൻ കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ണി. കണ്ടിട്ട് മൊത്തം ഒരു ചീപ്പ് ലുക്ക്. ആ കുട്ടിയെ താഴെ ഇറക്ക്. ഇതെന്താടേ, പോലീസ് സ്റ്റേഷനോ? ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഇംഗ്ലീഷ് സംസാരിച്ചിട്ടായാലും മലയാളം സംസാരിച്ചിട്ടായാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ബന്ധപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ? സൈലൻസ്. ഇവിടെ ഡിസിപ്ലിൻ പാലിച്ചിരിക്കണം. വാട്ട്സ് യുവർ നെയിം? അമ്മുക്കുട്ടി. സേ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറയൂ. I am the granddaughter of late King Manavendra Verma and granddaughter of Devendra Verma and daughter of Vinod Verma from Lakshmipuram Palace. Good. കൂടെ വന്നവരെ പോലെ കുട്ടി അത്ര ചീപ്പല്ല. Okay, the first question. How many fingers are there in this hand? 5. How many teeth are in your mouth? മൊത്തം വെപ്പോല. അതാ ടീച്ചർ ഒന്നും മിണ്ടാത്ത. ഈ കൊച്ചിനെങ്ങനെ കണ്ടുപിടിച്ചു? ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ ചമ്മല് മാറ്റാൻ ആരാ ഒരു സോങ് ഇംഗ്ലീഷിൽ സിംഗ് ചെയ്യുന്നത്? Who will sing an English song? ഞങ്ങളുടെ മോള് വേണേ ഇംഗ്ലീഷ് പാട്ട് മലയാളത്തിൽ പാടും. തട്ടിവിടാം മുക്കുട്ട. ആനയല്ല വരണ്ടത്, മനുഷ്യരാ. ഹമിട്ട് പൊട്ടിക്കുന്ന പോലെ അല്ലയോ മോളെ ഞങ്ങളെ കൂടെ പൊട്ടിച്ചു മേളിലോട്ട് വിട്ടത്. അയ്യോ, എന്തു പറ്റി മോളെ? നല്ല രസായിരുന്നു ആന്റി. എല്ലാരും ആകാശത്ത് പറന്നു നടന്നു. നമ്മുടെ മോളെ ഇനി ആ നഴ്സറി സ്കൂളിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. അതൊരു വിദ്യാലയമല്ല, പ്രേതാലയമാ. ആ പ്രിൻസിപ്പലിന്റെ അവിടുത്തെ കംപ്ലീറ്റ് സാറന്മാരുടെയും ദേഹത്തിൽ പ്രേതബാധ കൂടിയിരിക്കുക. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് ചത്ത പ്രേതങ്ങളാ. എല്ലാവർക്കും ഡാൻസ് അറിയാം. അത് ഭൂതവും പ്രേതവും പിശാചും ഒന്നും അല്ല. അവരൊക്കെ മാജിക്കാരാ, മാജീഷ്യൻസ്. എല്ലാം മനസ്സിന്റെ തോന്നല, മെന്റൽ വൈബ്രിക്കേഷൻസ് ഓഫ് ദി ലൂബ്രിക്കേഷൻസ്. ആ ലൂബ്രിക്കേഷന്റെ കൊളാബ്രിക്കേഷൻ കൊണ്ടായിരിക്കും യുക്തിവാദി എന്റെ അമ്മ എന്ന് വിളിച്ചോണ്ട് ആകാശത്തൂടെ പറന്നു നടന്നത്. ദൈവത്തിന്റെയും പ്രേതത്തിന്റെയും കഴിവൊന്നുമല്ല, എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. പിന്നെ കയ്യിലല്ലേ മെന്റൽ കൺട്രോൾ. ഈശ്വരനിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കണ്ട. ഇങ്ങനെ നിന്നിച്ച് നടന്നോ. പഴയ നക്സലൈറ്റുകളും യുക്തിവാദികളും തീവ്രവാദികളും ഒക്കെ ഇപ്പൊ കുറിയും തൊട്ട് നടക്കുന്ന ഭക്തന്മാരാ. ഭയങ്കര കണ്ടുപിടുത്തം. നിന്നെ പോലെ മനക്കെട്ടില്ലാത്തവർ എന്തിനും ഏതിനും ഈശ്വരനെ ആശ്രയിക്കുന്നു. ഹൂ ഈസ് ഈശ്വരൻ? ഈശ്വര എന്നോട് പൊറുക്കണേ. മാവേ, എനിക്കൊരു പഴുത്ത മാങ്ങ തരുമോ? ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരാം.
മതി. ഹനിയ, ഹനിയ, അയ്യോ. പറന്ന് പറിക്കുന്നു. നമ്മൾ കുഞ്ഞ് മനുഷ്യ കുഞ്ഞല്ല. ഭാഗ്യം, ഭാഗ്യം. ഹനിയ, 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 അയ്യോ. ഭാഗ്യം. വല്യമാമ എന്തിനാ ഓടിയത്? നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. നീ ഭൂതമാണ്, പ്രേതമാണ്. അയ്യോ, നമ്മുടെ കുഞ്ഞ് പിശാചാണ്. ഭാഗ്യം, ഹനിയ. അയ്യോ, ഓടി വരണേ കൊച്ചരാമ. ഭാഗ്യോ, കൊച്ചുണ്ണി, എന്റെ അയ്യോ, ഭാഗ്യലക്ഷ്മിയെ. അയ്യോ, തമ്പുരാനെ, എവിടെ ഇരിക്കുവാ? കണ്ണിന് കാണാൻ പോലും ഇല്ല. ഇവിടെ എവിടെ? ഇവിടെ ഇവിടെ എടാ കൊച്ചുണ്ണി, എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങി ഇരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന്. ഓമനയോ? അതേതോമന? അതും വലിയ തമ്പുരാനെ മേലെ കയറ്റാൻ പറ്റിയ ഓമന? ഇവിടെ ഇരുന്നാ ലോകം മുഴുവൻ കാണാവേ. എന്താ എന്താ ഇവിടെ? ദേ ഏ? നോക്കി. കൊട്ടാരത്തിൽ കള്ളം കയറിയോ? ഇറങ്ങി വേണോ താഴെ? പോടാ, പന്ന പുല്ലേ. അയ്യേ. ഓ, ഏട്ടനായിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ. എന്ത്? ഏട്ടൻ കള്ളൂടി മാത്രമല്ല കഞ്ചാവ് വലിയും തുടങ്ങിയിട്ടുണ്ട്. നീ പോടാ തമ്പുരാൻ പട്ടി. എടാ കൊച്ചുണ്ണി, നീ എന്നെ ഒന്ന് താഴെ ലാൻഡ് ചെയ്യടാ. ഞാൻ എല്ലാ വിവരവും പറയാം. എടോ മണ്ടൻ സൂപ്രണ്ടെ നോക്കി നിൽക്കാതെ ഏണി എടുത്തോണ്ട് വാടോ. ഏണി? അയ്യേ. ഹനിയ, ഓ, അവള് മാങ്ങ പറിച്ചടാ. മാങ്ങ പറിക്കുന്നത് പ്രേതമാണോ ഏട്ടാ? അയ്യോ, അവള് പറന്നു പോയി പറിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടാ. കഞ്ചാവ് കഞ്ചാവ്. നീ ഓടിപ്പോയി 2 ചക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ. തളം വെച്ച അല്പം ആശ്വാസം കിട്ടും. അയ്യോ, അമ്മയാണ് ഞാൻ കഞ്ചാവ് പിടി വലിച്ചിട്ടില്ല. സത്യമാ, നിങ്ങൾ വിശ്വസിക്കേ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആന വരേണ്ടതും നഴ്സറിയിൽ എല്ലാരും പറന്ന് കളിച്ചതും അവള് കളിച്ച കളിയാ. അവള് മനുഷ്യ കുഞ്ഞല്ല, പിശാച. മണ്ടത്തരം പറയാതെ. വിഡ്ഢിയാണെങ്കിലും ചേട്ടനൊരു യുക്തിവാദിയല്ലേ? ഇനി എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്. ഞാൻ യുക്തിവാദി സമയത്ത് രാജിവെക്കാൻ പോവാ. ദൈവമുണ്ട്, പ്രേതമുണ്ട്. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അനിയാ, നീയെങ്കിലും എന്നെ വിശ്വസിക്കേ. അമ്മ മോള് ദുരാത്മാവാണ്. ഓ, ഈ പറഞ്ഞതുപോലും വിനോദ് അറിഞ്ഞ ഏട്ടന്റെ തല വെട്ടിയെടുക്കും. നിരീശ്വരവാദം പറഞ്ഞ് നടന്ന് ഈശ്വരൻ മുഴു ഭ്രാന്തനാക്കി. ഭാഗ്യലക്ഷ്മി, നീയെങ്കിലും എന്നെ വിശ്വസിക്കേ. എനിക്ക് ലോകത്ത് വിശ്വാസമില്ലാത്ത നിങ്ങളെ മാത്രം. ഞാനിത് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ? ഒരുമിച്ച് കള്ളു കുടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് കരുതരുത്. എത്ര കുടിച്ചാലും തമ്പുരാൻ ഇത്രയും ഫിറ്റ് ആയിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. എന്നിട്ട് അമ്മ മോൾ എന്തിയേ? ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയോ? സത്യമാ, വാ, ഇനി നമുക്ക് പോയി നോക്കാം. ആരും വിശ്വസിക്കുന്നില്ല.